ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അയിലക്കറിയുടെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ പുളിയൊന്നും ഇല്ലാണ്ട് വേറൊരു സാധനം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കറിയാണെന്ന് പറഞ്ഞത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ നമ്മുടെ റെസിപ്പി കാണുന്നതിന് മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് നമ്മൾ അയിലക്കറിയാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം അയിലയൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അതിന് തേങ്ങയാണ് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ഒരു തേങ്ങ, അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞുള്ളി ഇങ്ങനെ ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. ഞാൻ സ്പെഷ്യലായിട്ടാണ് ഇന്ന് വെക്കുന്നത്. നമ്മൾ സാധാരണ പുളിക്ക് വേണ്ടി ഒന്നെങ്കിൽ പുളിയോ അല്ലെങ്കിൽ തക്കാളിയോ ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിനകത്ത് ചേർത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫുള്ള് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. എന്നാലും ഐറ്റം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. നല്ല ടേസ്റ്റാണ്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ മീൻ കറി വെക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പം ഇത് അരയ്ക്കുന്നതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങയും എല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. അപ്പം നമ്മൾ തേങ്ങ എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറിവേപ്പിലയും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നമുക്ക് 2 സ്പൂൺ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം എരിയുള്ളതാണ്, ഒരുപാട് എരിയില്ലാത്തതുമാണ്. നമുക്ക് 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് ലൂസാക്കി കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് 3 പച്ചമുളക് ആഡ് ചെയ്യും. പച്ചമുളക് അത്യാവശ്യം എരിയുള്ള പച്ചമുളകാണ്. പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മൊത്തം 4 പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 3, തേങ്ങ അരച്ചതിനകത്ത് 1, അങ്ങനെ മൊത്തത്തിൽ 4 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ച് കൊടുക്കുവാണ്. ഗ്യാസ് നമ്മൾ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ പുളിക്ക് വരാൻ വേറൊരു ഐറ്റമാണ് ഇതിനകത്ത് ചേർക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പുളിക്ക് വരെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് സ്റ്റാർ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് എടുക്കുമ്പോൾ നല്ല പുളിയായിരിക്കും ഇതിന്. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പം ഞാൻ ഈ 4 ഇങ്ങനെ വരയുണ്ടല്ലോ, അത് മൊത്തം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. അപ്പം അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് കളയുക. നമ്മൾ ഇലിമ്പിപ്പുളിയൊക്കെ ഇല്ല, അപ്പോൾ ഇലിമ്പിപ്പുളിയൊക്കെ ഇടുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് മീൻ കറിക്ക് ഇടുമ്പോൾ. നല്ല ടേസ്റ്റാണ്, നല്ല പുളിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അതിൻ്റെ തലയും വാലും അതേപോലെ കട്ട് ചെയ്തിട്ട് ഇടണം. അപ്പോൾ നമുക്ക് നീളത്തിലോ കുറുകയോ ഏത് പരുവത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ നീളത്തിൽ അങ്ങനെ ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ ഈ നടുക്കുള്ള ആ ഒരു കുരുവൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് ഞാൻ 4 സ്റ്റാർ ഫ്രൂട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിൽ നല്ല പുളിയാണ് കേട്ടോ. അത് കഴിച്ച് നോക്കിയിട്ട് അപ്പോൾ നല്ല കറിക്ക് നല്ലൊരു പുളി കിട്ടും. അപ്പോൾ നമുക്കിത് കറിയിലേക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഈ പുളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറി ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് അധികം പുളിയില്ലാത്തൊരു തക്കാളി ആഡ് ചെയ്യും. നമുക്കിതിലേക്ക് ആ ഒരു തക്കാളി ഒരെണ്ണം കൂടെ ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കറി അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അയില വറക്കിയിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. നമുക്ക് ലേശം കറിവേപ്പില ഒന്ന് ഇതിലേക്ക് എടുത്തിടാം. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇടാനായിട്ട് ഉണ്ട്. സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കറിവേപ്പില വളരെ കുറവായിരുന്നു എനിക്ക്. വീട്ടിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കറിവേപ്പിലയുണ്ട്. അപ്പം അതിൻ്റെ തണ്ടും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്.
അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി കഴുകി വാരി വെച്ചിട്ടുള്ള അയില നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 അയിലയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അയിലയെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഈ മീനൊന്നും ഇളക്കാതെ നമുക്കിതൊന്ന് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. മീനെല്ലാം എരിയും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കിനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പം നെയ്യും കാര്യങ്ങളും ഒക്കെ തെളിഞ്ഞ് വരും. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെ പരുവോ അപ്പോഴത്തേക്ക് മീൻകറിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, മീൻ കറിയുടെ സൈഡിലൊക്കെ നെയ്യും കാര്യങ്ങളും ഒക്കെ തെളിഞ്ഞിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാതിരിക്കും എന്ന് വിചാരിക്കുന്നത്. കണ്ടോ, സൈഡിലൊക്കെ ഇതുപോലെ നെയ്യൊക്കെ തെളിഞ്ഞിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം മീൻ കറിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു പരുവം നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ അത്യാവശ്യം മീൻ കറിയൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പം തവി ഇടുന്നില്ല, ഇളക്കുന്നില്ല, കാരണം അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് തവി ഇടുന്നില്ല. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല പുളിയുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഇതിനകത്ത് ചേർക്കുന്ന സമയത്ത്. അപ്പം നമുക്ക് മാങ്ങയൊക്കെ ഇട്ട് പരീക്ഷിക്കുന്ന പോലെ ഇത് നമുക്കൊരു വട്ടം അങ്ങനെ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളവരൊക്കെ ഇതേപോലെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. എനിക്ക് ഈ ഒരു 4 സ്റ്റാർ ഫ്രൂട്ട് ഞങ്ങളുടെ ഒരു പരുവത്തിന് എനിക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ 1-2 കൂടെ വേണമെങ്കിൽ അധികം കട്ട് ചെയ്യാം. കാരണം പുളിയും ഉപ്പും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതാണല്ലോ. നമ്മൾ ഓരോരുത്തരും പ്രത്യേകം ടേസ്റ്റ് ആണല്ലോ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം എനിക്ക് ഈ ഒരു 4 എണ്ണത്തിൻ്റെ പുളിയുടെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പോൾ 4 എണ്ണമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഗ്യാസ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് ഇതേപോലെ കടുകൊക്കെ വറുത്ത് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് കടുകും പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് കടുക് വറുത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കടുകൊക്കെ നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പൊട്ടിച്ചത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിൽ കറിവേപ്പിലൊക്കെ എടുത്തിട്ട് ഞാൻ ഇട്ടിട്ടുള്ളത്. അവിടെയൊക്കെ ആണെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു കറിവേപ്പില കണ്ടൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. കാരണം എനിക്കങ്ങനെ അവിടെ കറിവേപ്പില ഇല്ല. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഇതേപോലെ അയിലക്കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു മീൻ കറി. അയിലക്കറി അല്ലാതെ നമുക്ക് വേറെ ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ എല്ലാവരും ഓരോ ലൈക്കൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ വേറെ ഒരുപാട് റെസിപ്പീസ് പല ടൈപ്പിലെ മീൻകറി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അതുവരെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.